CJP പാർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഒതുങ്ങി വന്ന് നമുക്കറിയാലോ. പക്ഷെ ഈ CJP പാർട്ടിയിൽ പ്രശ്നം ഉണ്ടാക്കിയത് പാകിസ്ഥാൻ തീവ്രവാദികളാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ന്യൂസാണ് ഇന്ന് കേരള കൗമുദിയിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രതിഷേധം, നുഴഞ്ഞു കയറി കലാപം ഉണ്ടാക്കാൻ ജയേഷ ശ്രമം. ഡൽഹി ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ നുഴഞ്ഞു കയറി കലാപമുണ്ടാക്കാൻ പാക് ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദ് പദ്ധതിയിട്ടെന്ന് റിപ്പോർട്ട്. പശ്ചിമ ബംഗാളിലെ പൂർബ ബർദാമനിൽ അറസ്റ്റിലായ ഹഹീം മൊണ്ടാലെയാണ് വെളിപ്പെടുത്തിയത്. പോലീസ് യൂണിഫോമിൽ ജന്തർ മന്ദിറിലെ ആൾക്കൂട്ടത്തിനിടയിൽ കുഴപ്പമുണ്ടാക്കാൻ പാകിസ്ഥാനിൽ നിന്ന് ഹമീമിന് നിർദ്ദേശം ലഭിച്ചിരുന്നു. വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പാക് ഇടപെടൽ ഉണ്ടായെന്ന് ഡൽഹി പോലീസ് സംശയിച്ചിരുന്നു. ഭീകര റിക്രൂട്ട്മെന്റ്, മയക്കുമരുന്ന്, ഭീകര പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട ഷഹസാദ് ഗട്ടി ഗ്യാങ്ങുമായി ബന്ധമുള്ള പാക് ഹാൻഡ്ലർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നു പോലീസ് പറയുന്നു. ഇതിപ്പോൾ എങ്ങോട്ടാ പോകണമെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഈ ന്യൂസ് ശരിയാണോ തെറ്റാണോ എന്നൊന്നും കൂടി അറിയില്ല. ഒരു പക്ഷത്ത് നോക്കുമ്പോൾ ഇത് ശരിയാണെന്ന് തോന്നുന്നു, ഒരു പക്ഷത്ത് നോക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് തോന്നുന്നു. ഇപ്പം അമിത്ഷാ രാജിവെക്കണം പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാരെ മുറവിളി കൂട്ടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വെടിവെപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത് അമിത്ഷാ രാജിവെക്കേണ്ടി വരും എന്നുള്ള ഒരു വിചാരം അമിത്ഷായ്ക്ക് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ അത്രയും പൊട്ടനാണോ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയില്ല. ശരിക്കും ഇതിൽ വേറെന്തോ ഒരു പ്രശ്നമുണ്ട്. അതെന്താണ് എന്നുള്ളത് കറക്റ്റ് ഇപ്പോഴും നമുക്ക് അറിയണമില്ല. പിന്നെ അടുത്തത് ഒരു ന്യൂസാണ്. കേരളത്തിന് എയിംസ് വരാൻ പോവുകയാണ്. കോട്ടയം വെള്ളൂരിലാണ് എയിംസ് വരുന്നത്. അതെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, അത്രയും സ്ഥലം ഉണ്ടല്ലോ. സംസ്ഥാനത്ത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യം കോട്ടയത്തെ വെള്ളൂരിന് വിലയിരുത്തൽ. ഇവിടെയുള്ള കേരള പേപ്പർ പ്രൊഡക്റ്റ് ലിമിറ്റഡിന് 692 ഏക്കർ ഭൂമിയുണ്ട്. ഇതിൽ 227.18 ഏക്കർ ഭൂമി ലഭ്യമാണ്. 200 ഏക്കറാണ് എയിംസിന് ആവശ്യം. വെള്ളൂരിൽ ന്യൂസ് പ്രിന്റ് ഫാക്ടറി കേന്ദ്രം വിറ്റപ്പോഴാണ് സംസ്ഥാനം ലേലത്തിൽ പിടിച്ചത്. അതെന്തായാലും നന്നായി. കേരളത്തിലൊരു എയിംസ് വേണം. എല്ലാവരും അത്യാവശ്യം ഡൽഹിയിലും ചെന്നൈയിലൊക്കെ പോയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ എയിംസ് ഉള്ളത് നല്ലത് തന്നെയാണ്. പേപ്പർ ഫാക്ടറിൻ്റെ അവിടെ അത്യാവശ്യം കാട് പിടിച്ചിട്ടൊക്കെ കിടക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും അവിടെ തന്നെ എയിംസ് കൊണ്ടുവരാൻ ശ്രമിച്ചത് നന്നായി. കാരണം ഇവിടുന്ന് എയർപോർട്ടിലേക്കാണെങ്കിലും വെറും 50 കിലോമീറ്ററേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ എത്താം. കോട്ടയം ജില്ലയിലാണെങ്കിലും എയർപോർട്ടിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റണ ഒരിതാണ്. അപ്പോൾ കൊല്ലം പോവുകയാണെങ്കിലും തിരുവനന്തപുരം പോവുകയാണെങ്കിലും ഒക്കെ ഈ ഭാഗത്തുനിന്ന് എളുപ്പം എത്താൻ പറ്റും. അതിനെപ്പറ്റി ആരോഗ്യമന്ത്രി ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്. എയിംസ് എവിടെ വന്നാലും അത് കേരളത്തിൻ്റെതാണ്. പ്രാദേശിക എതിർപ്പുകളുടെ പേരിൽ എയിംസ് നഷ്ടമാകാൻ അനുവദിക്കില്ല. പിന്നെ മെയിനായിട്ട് എല്ലാ ന്യൂസ് പേപ്പറിലും ഇന്ന് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് മഴയുടെ പ്രശ്നമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, മഴേൻ്റെ ആയതും കൊണ്ട് തന്നെ വായിക്കാൻ ഒരു ചെറിയ മടിയുണ്ട്. കാരണം ഈ മരണത്തെ പറ്റിയിട്ട് ഞാൻ പറയാനും അങ്ങനെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും എനിക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ലാത്തൊരു വിഷയമായത് കൊണ്ടാണ്. എല്ലാത്തിലും ആദ്യം തന്നെ ഓക്സിജൻ്റെ ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. ഓക്സിജൻ പേപ്പറിൽ ഇതന്നെ ഫസ്റ്റ് പേജിൽ എല്ലാത്തിലും ഉള്ളു. സെക്കൻഡ് പേജ് എടുത്ത് നോക്കുമ്പോൾ എല്ലാത്തിലും മഴക്കെടുതി, തോരാ മഴ, ദുരന്തം വീഴ്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസാണ്. ആ ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ വായിക്കാണ്ടിരുന്നത്. അതുമാത്രമല്ല, മഴയത്ത് മരിച്ച ആളുകളുടെ ഒക്കെ ഫോട്ടോസ് എല്ലാം പേപ്പറിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ മഴ കമ്മിയായിട്ടുണ്ടെങ്കിലും ഇന്ന് രാവിലെ വീണ്ടും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. മഴ വീണ്ടും ശക്തി പ്രാപിക്കാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് അനുബന്ധ സ്ഥലത്തിലേക്കോ തിട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഇപ്പോൾ വെക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. അടുത്തൊരു സ്പോർട്സ് വാർത്തയാണ്. വെൽക്കം ടു അഹമ്മദാബാദ്. കോമൺവെൽത്ത് ഗെയിംസിന് കൊടിയിറങ്ങി. കായിക പ്രതിഭകളെ 4 വർഷത്തിന് ശേഷം അഹമ്മദാബാദിലേക്ക് സ്വാഗതം ചെയ്ത് സ്കോട്ട്ലാൻഡിലെ ഗ്ലസ്ഗോയിൽ നടന്ന 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് മനോഹരമായ സമാപനം. ഇന്നലെ നടന്ന വർണ്ണാഭമായ സമാപന ചടങ്ങിൽ അടുത്ത ഗെയിംസിന്റെ ആതിഥേയരായ ഇന്ത്യ ഔദ്യോഗിക ബാറ്റൺ ഏറ്റുവാങ്ങി. 2030 ഗുജറാത്ത് തലസ്ഥാനമായ അഹമ്മദാബാദിലാണ് 24ാമത് ഗെയിംസ് നടക്കുക. അഹമ്മദാബാദിന്റെ ആതിഥ്യം വിളംബരം ചെയ്തുകൊണ്ടുള്ള കലാപ്രകടനങ്ങളോടെയാണ് ഗ്ലാസ്ഗോയിൽ കൊടി താഴുന്നത്. 11 ദിവസത്തെ കായികമേളയിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളുമായി ഇന്ത്യ 4ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. എപ്പോഴും ഇന്ത്യ 50ാം സ്ഥാനത്ത് 51ാം സ്ഥാനത്തൊക്കെയാണ് സാധാരണ കോമൺവെൽത്ത് ഗെയിംസിൽ കാണാറുള്ളത്. കാരണം നമുക്ക് അങ്ങനെ സ്വർണം കിട്ടാറേ ഇല്ല. കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു വെള്ളിയോ ഒരു വെങ്കലോ കിട്ടിയാലായി. അങ്ങനെയാണ് സാധാരണ നടക്കാറുള്ളത്. ഇപ്പൊ എന്തായാലും 39 മെഡലൊക്കെ നമുക്ക് കിട്ടിയിരിക്കണം. അതൊന്നും ചെറിയ കാര്യമല്ല. ഈ കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് സ്പോർട്സിന് ഇത്രയും
നല്ല മുന്നേറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പേഴ്സണലി ഒട്ടും വിചാരിച്ച വ്യക്തിയല്ല. അതെന്തായാലും നല്ല മുന്നേറ്റമാണ്, അതെന്തായാലും നന്നാവും ചെയ്തു. മെയിനായിട്ട് ജൂഡോയിലാണ് നമുക്ക് കൂടുതലും മെഡലൊക്കെ വന്നിരിക്കുന്നതും. പിന്നെ എല്ലാം പ്രളയബാധിതയിലാണ്. പാലയിൽ ജലനിരപ്പ് താഴ്ന്നു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കൊണ്ടുവന്നു. പാലയിലും റാന്നിയിലുമാണ് ഏറ്റവും കൂടുതൽ വെള്ളം പൊന്തിയിരിക്കുന്നത്. പക്ഷെ ആശങ്ക ഉയർന്നത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, റാന്നി ടൗൺ ആണല്ലോ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങിപ്പോയത്. അപ്പോൾ ടൗണിലാണല്ലോ എല്ലാ ബിസിനസ്സും ഉണ്ടാവുക. അപ്പോൾ ബിസിനസ്സുകാർക്കൊക്കെ നല്ല അടിപറ്റി ഉണ്ടാവും. കാരണം ഓണത്തിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ കടം വാങ്ങിയിട്ടാണെങ്കിലും അവരെന്തായാലും പ്രൊഡക്ട്സ് ഇറക്കിയിട്ടുണ്ടാവും. ആ പ്രൊഡക്ട്സ് ഒക്കെ വെള്ളത്തിൽ പോയിണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദുരിത മഴ തന്നെയാണ്. അതുപോലെ ഒരു തുണിക്കടയിലെ ഒരു തുണിയെല്ലാം ചെളി നിറഞ്ഞ ഒരു ഫോട്ടോ കേരള കൗമുദിയുടെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് വിഷമം ഉണ്ടാക്കണം തന്നെയാണ്. കാരണം അതിൽ മുതലാളി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഓണത്തിന് വിൽക്കാൻ വെച്ച ഡ്രസ്സുകളുടെ. അതെല്ലാം ചിലപ്പോൾ കടം വാങ്ങിയിട്ടോ ആ ഓണത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് ഇരിക്കണവരായിരിക്കും. അവര് എന്ത് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുക? നമ്മൾ പോട്ടെ എന്നൊന്നും പറയാനും നമുക്ക് പറ്റില്ല. ഇപ്പൊ 2-3 ദിവസമായിട്ട് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ കറങ്ങണം നല്ല വിവാദമായിട്ട് ഇരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസാണ്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ വിവാദം കത്തുന്നു. അന്ന് പ്രതിഷേധം, ഇന്ന് അമ്മായി അച്ഛനെ കാണാൻ സതീശൻ ഹെലികോപ്റ്ററിൽ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ വൻ പ്രളയം സൃഷ്ടിച്ചപ്പോൾ ദുരന്ത മേഖലയിൽ എത്താതെ സ്വകാര്യ ആവശ്യത്തിന് വാടക ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ യാത്ര വൻ വിവാദത്തിൽ. വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി പിണറായി സർക്കാർ വാടകയ്ക്ക് ഹെലികോപ്റ്റർ എടുത്തതിനെതിരെ 5 വർഷം മുമ്പ് നിയമസഭയിൽ കടുത്ത പ്രതിഷേധം ഉയർത്തിയ സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ അതേ വാടക ഹെലികോപ്റ്റർ ആലുവയിൽ സ്വകാര്യ ആശുപത്രിയിൽ ന്യൂമോണിയ ചികിത്സയിലുള്ള ഭാര്യ പിതാവിനെ സന്ദർശിച്ചതിന് അനൗചിത്യമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. പോലീസിന് വേണ്ടി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് പവൻ അൻസിലിൽ എന്ന കമ്പനിയുടെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത്. ടെൻഡർ ഇല്ലാതെ കോപ്റ്റർ വാടകയ്ക്ക് എടുത്തതാണ് അന്ന് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത്. അത് ശരിയാ, മുഖ്യമന്ത്രിക്ക് എല്ലാവരുടെയും എത്താൻ എന്തായാലും ഹെലികോപ്റ്റർ വേണം. പ്രളയ സ്ഥലത്താണ്, അതാണെങ്കിലും ഇതാണെങ്കിലും. പക്ഷെ മെയിൻ ആയിട്ട് കേട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ഇങ്ങനെ പ്രളയത്തിൽ നിൽക്കുമ്പോൾ ഒരു ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സൽക്കാരത്തിന് പോയതിന്റെ ഒരു പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് കാണുന്നത്. ഇതിൽ എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ടെന്നൊന്നും നമുക്കറിയില്ല. അതേ ഒരു ന്യൂസ് തന്നെയാണ് നേരത്തെ പറഞ്ഞ അതേ കോക്രോച്ച് സമരത്തിന്റെ ഒരു ന്യൂസ് ഇവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കോക്രോച്ച് സമരത്തിൽ ഭീകരാക്രമണത്തിന് പദ്ധതി, പിന്നിൽ ജയേഷ ഭീകരർ 2 പേർ കൂടി പിടിയിൽ. എത്തിയത് സുവോന്തുവിനെ ലക്ഷ്യമിട്ട്. ജന്തർ മന്ദിറിലെ കോക്രോച്ച് പാർട്ടി നടത്തിയ സമരത്തിൽ നുഴഞ്ഞു കയറി ജയേഷ് അഹമ്മദ് ഭീകരർ ആക്രമണത്തിന് പദ്ധതിയിട്ടതിന്റെ വിശദാംശങ്ങൾ ബംഗാൾ പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പുറത്തു കൊണ്ടുവന്നു. ബംഗാൾ പോലീസിന്റെ പിടിയിലായ ജയേഷ് ഭീകരൻ ഹമീം മണ്ഡൽ, അയാളുടെ കാമുകി അർപ്പിത സർക്കാർ എന്നിവരിൽ നിന്നുമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്. പോലീസ് വേഷത്തിൽ കടന്നുകൂടി ഭീകരാക്രമണം നടത്താനായിരുന്നു പദ്ധതി. അത് ശരിയാണ്. ഇത് നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ BJP പക്ഷം നിന്നിട്ട് പറയുമൊന്നുമില്ല. കാരണം ഇന്ത്യയിലെ പോലീസുകാർ അങ്ങനെ തോക്കെടുത്ത് യൂസ് ചെയ്യാറില്ല, യൂസും ചെയ്യില്ല. ഇവിടെ ഒരു വിവേകാനന്ദന്റെ കോട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വായിക്കാം. പുഷ്ടികരവും ഉത്തമവുമായ ആഹാരം കൊണ്ട് ആദ്യം ശരീരം രക്ഷിക്കണം, എന്നാലേ സൂക്ഷ്മ ശരീരമായ മനസ്സിന് കരുത്തുണ്ടാകൂ. അപ്പോൾ രാവിലെ ആരും ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത്. ഞാൻ ഒരിക്കലും രാവിലെ ഭക്ഷണം സ്കിപ്പ് ചെയ്യാറില്ല. കാരണം ഭക്ഷണമാണ് നമുക്ക് മെയിൻ. അടുത്ത PSC ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. PSCയിൽ ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ സമരം ചെയ്തുകൊണ്ടിരിക്കേണ്ട സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണ്ണ് വാരി തിന്നിട്ടും മുട്ടൂത്തി നടന്നിട്ടുള്ള സമരമൊക്കെ നടക്കേണ്ടത് നമുക്കറിയാം. അതുപോലെ തന്നെ വീണ്ടും വേറൊരു PSCന്റെ പ്രശ്നം വന്നിട്ടുണ്ട്. 1ാം റാങ്കുകാർ ചോദിക്കുന്നു, എവിടെ സാർ ആ ജോലി? ഭരണം മാറിയിട്ടും നിയമനം കാത്ത് അസിസ്റ്റന്റ് പ്രൊഫസർ പട്ടികയിലെ 1ാം റാങ്കുകാർ. LDF ഭരണകാലത്ത് പൂർണ്ണമായി തഴയപ്പെടുകയും തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF നിയമന വാഗ്ദാനം നൽകുകയും ചെയ്ത അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് പട്ടികയിലെ 1ാം റാങ്കുകാർ ഇപ്പോഴും പടിക്ക് പുറത്ത്. സോഷ്യോളജിയിലെ മമത ജേക്കബ്, ഫിലോസഫിയിലെ സരസ്വതി നായർ, ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ K ഹിലാലുദ്ദീൻ, ഉറുദുവിലെ M റഷീദ എന്നീ 1ാം റാങ്കുകാരാണ് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും അടക്കം നിവേദനം നൽകി തുടർ നടപടി കാത്തിരിക്കുന്നത്. പൊതുയാത്രയ്ക്കിടെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകിയ ഉറപ്പ് പാലിച്ച് കഴിഞ്ഞ ആഴ്ച സർക്കാർ ലോ കോളേജുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് നിയമനം നൽകിയിരിക്കുന്നു. അപ്പൊ എന്തായാലും നിയമനം കൊടുത്തിട്ടുണ്ട്. LDFകാര് തഴഞ്ഞ PSCക്കാര് എന്തായാലും UDF സർക്കാരായ അതായത് VD സതീശൻ നിയമനം കൊടുത്തിട്ടുണ്ട്. അപ്പോ ഒന്ന് കഴിഞ്ഞിട്ടല്ലേ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇത്രയും കാത്തിരുന്നില്ലേ, കുറച്ചും കൂടി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും VD സതീശൻ ജോലി വാങ്ങിത്തരുന്ന ഉറപ്പാണ്. അപ്പൊ 5 പേരുടെ ഫോട്ടോ ഒക്കെ എന്തായാലും പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്പോർട്സ് ന്യൂസ് ആണ്.
ഫിഫയൊക്കെ കഴിഞ്ഞു. ഇതാ വീണ്ടും മെസ്സി കളിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്റർ മയാമിൽ തിരിച്ചെത്തി മെസ്സി. ലോകകപ്പിന് ശേഷമുള്ള വിശ്രമം കഴിഞ്ഞ് മേജർ ലീഗ് സോറിലേക്ക് സൂപ്പർ താരം ലയണൽ മെസ്സി തിരിച്ചെത്തിയ മത്സരത്തിൽ സമനില വഴങ്ങി ഇന്റർ മയാമി. കൊളംബസ് ക്രൂവിനെതിരെ നടന്ന മത്സരത്തിൽ 2-2 ഇന്റർ മയാമി സമനില വഴങ്ങിയത്. രണ്ടാം പകുതിയിൽ പകരക്കാരനായി മെസ്സിയെ കളത്തിലിറക്കിയെങ്കിലും മയാമിക്ക് വിജയം നേടാനായില്ല. ലൂയിസ് സൊറസ് 16-ാം മിനിറ്റിൽ ആദ്യ ഗോൾ നേടി മയാമിയെ മുന്നിലെത്തിച്ചു. എന്നാൽ 34-ാം മിനിറ്റിൽ ബ്രസീൽ താരം കാസിമിറോയുടെ സെൽഫ് ഗോളിലൂടെ കൊളംബസ് ഒപ്പമെത്തി. ബെസ്റ്റ് സെൽഫ് ഗോൾ അവർക്കും സംഭവിക്കും. ഞാൻ വിചാരിച്ചു നമ്മൾ കളിക്കുമ്പോൾ മാത്രമാണ് കൂടുതലും സംഭവിക്കുന്നത്. അതൊക്കെ ഏറ്റവും വലിയ നാണക്കേട് തന്നെയാണ് സെൽഫ് ഗോൾ എന്ന് പറയുന്നത്. അടുത്തൊരു ബാഡ്മിന്റന്റെ ഒരു ന്യൂസാണ്. ബാഡ്മിന്റണിലൂടെ ഇപ്പൊ നമുക്ക് അറിയപ്പെടുന്ന സൈന നെഹ്വാളും അതുപോലെ PV സിന്ധു ഒക്കെയാണല്ലോ. അപ്പോൾ അതിന്റെ കൂടെ മൂന്നാമതൊരു ചെറിയ കുട്ടിയും കൂടി വന്നിട്ടുണ്ട്. തങ്കമാണ് തൻവി. സൈന നെഹ്വാളിനും PV സിന്ധുവിനും ശേഷം തൂവൽ കൊട്ടാരത്തിലെ അടുത്ത ഇന്ത്യൻ രാജ്ഞി ആരാകുമെന്ന ചോദ്യത്തിന് ഉത്തരവുമായി 17-കാരി തൻവി ശർമ്മ. തായ്പേയ് ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ കിരീടം ചൂടിയ തൻവി ടൂർണമെന്റിൽ ജേതാവാകുമെന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും സ്വന്തമാക്കി. 17 വർഷവും 222 ദിവസവും മാത്രം പ്രായമുള്ള തൻവി നേരിട്ടുള്ള ഗെയിംസുകൾക്കാണ് ഫൈനലിൽ വിയറ്റ്നാമിൽ തുയിലിനെ തോൽപ്പിച്ചത്. 36 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന കലാശപ്പോരിൽ പഞ്ചാബുകാരിയായ തൻവി 21-16 21-16 കീഴടക്കി. എന്തായാലും വരട്ടെ. പൊതുവെ സ്പോർട്സിൽ പഞ്ചാബുകാർ നല്ല ഹൈ ലെവലിൽ തന്നെ എപ്പോഴും നിൽക്കാറുള്ളത്. അവരാണെങ്കിൽ എല്ലാവരും ഒരു 6-7 അടി ഹൈറ്റും ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് സ്പോർട്സൊക്കെ നല്ല രീതിയിൽ വഴങ്ങും ചെയ്യും. അവരൊക്കെ അതിൽ വിജയിക്കുന്നുമുണ്ട്. പിന്നെ ജലം കൊണ്ട് മുറിവേറ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മിക്ക ന്യൂസ് പേപ്പറിലും ആദ്യം തന്നെ ഇരിക്കണത്. പിന്നെ അടുത്തൊരു ബിസിനസ് ന്യൂസാണ്. നിങ്ങളൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ടിൻ്റെ ലിസ്റ്റുകൾ എന്തായാലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് വിപണിയിലെ വമ്പന്മാർ. അപ്പോൾ ആ വമ്പന്മാർ ആരൊക്കെയാ വെച്ചാൽ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്, HDFC ബാലൻസ്ഡ് അഡ്വഞ്ചർ ഫണ്ട്, HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട്, HDFC മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്, SBI ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ട്, ICICI പ്രൊഡൻഷ്യൽ മൾട്ടി അസറ്റ് ഫണ്ട്, ICICI പ്രൊഡൻഷ്യൽ ലാർജ് ക്യാപ് ഫണ്ട്, നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സ്കീം ആരംഭിച്ച വർഷവും അതിൻ്റെ ആസ്തി മൂല്യം അതിൽ എത്ര രൂപയാണ് കിട്ടുന്നതെന്നൊക്കെ അതിൽ ഇന്നത്തെ പേപ്പറിൽ എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ല അസറ്റ് മാനേജ്മെന്റ് കമ്പനികളുടെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഒന്ന് SBI മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. SBI മ്യൂച്വൽ ഫണ്ട് ഭയങ്കര സേഫാണ്, സെക്യൂറാണ്. നമുക്ക് ഒരു അക്കൗണ്ട് എടുക്കാനും കുറച്ച് കോംപ്ലിക്കേറ്റഡും ആണ് കേട്ടോ. അതുമാത്രമല്ല പാൻ കാർഡൊക്കെ, പിന്നെ എല്ലാത്തിനും പാൻ കാർഡ് ഇപ്പോൾ വേണം, അത് വേറെ വിഷയം. SBI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്, HDFC മ്യൂച്വൽ ഫണ്ട്, നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്, കൊട്ടാക് ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ എന്ന് പറയുന്നു. ജിയോജിത്ത് ഒട്ടും മോശമൊന്നുമല്ല, പക്ഷെ അതെന്തായാലും ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്നത്തെ പത്രവാർത്താസിൽ ഉള്ളത്. അപ്പോൾ വീണ്ടും അടുത്ത പത്രവാർത്താസിൽ ആയിട്ട് നാളെ നമുക്ക് കാണാം.